സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയും നിയുക്ത മന്ത്രി ടി.പി. രാമകൃഷ്ണൻ രാവിലെ പാർട്ടി പ്രവർത്തകരെയൊക്കെ കണ്ട് സജീവമാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തെ ഒരു വിശേഷം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ദിവസമാണെന്ന് UDF ഗവൺമെൻറ് സ്വീകരിച്ച ജനവിരുദ്ധ നടപടികൾ, അഴിമതി, വർഗീയത, ഇതിനെല്ലാം എതിരായിട്ടുള്ള ജനവിധിയാണ്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഉറ്റുനോക്കുന്ന ദിവസമാണിത്. അതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തോടുകൂടി ഉണ്ടാകുന്നത്. മന്ത്രി പദവിയിൽ എത്തി. ഏതാണ് വകുപ്പെന്ന് ഞങ്ങൾ പറയുന്നതല്ലാതെ ഔദ്യോഗികമായി പാർട്ടി പറഞ്ഞിട്ടില്ല. ഏത് വകുപ്പാണെങ്കിലും ടി.പി. രാമകൃഷ്ണനിൽ നിന്ന് കേരളത്തിലെ ജനത എന്ത് പ്രതീക്ഷിക്കണം? മന്ത്രിമാരുടെ വകുപ്പ് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക. ആ പ്രക്രിയ പൂർത്തിയായി വരികയാണ്. ഞാൻ CPIM-ൻ്റെ അംഗമെന്നുള്ള നിലയിൽ 1968 പാർട്ടിയുടെ ഒരു തുടക്കം. 68 ഞാൻ പാർട്ടി അംഗമാകുന്നത്. 68 മുതൽ ഈ 48 വർഷമായിട്ട് പാർട്ടി അംഗമായിട്ട് തുടരുകയാണ്. ഈ കാലയളവിൽ പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ള ചുമതലയാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ പാർട്ടി ഇപ്പോൾ ഏൽപ്പിക്കുന്ന ഈ ചുമതലയും നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുകയാണ്. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് നിറവേറ്റാൻ കഴിയും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ കൂടി ഒരു മന്ത്രിയാണ്. കോഴിക്കോടിനെക്കുറിച്ച് കോഴിക്കോടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വലിയ പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ല, കോഴിക്കോടിൻ്റെ പൊതുവികസനം കേരളത്തിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ കോഴിക്കോടിൻ്റെ പ്രശ്നങ്ങളെ കൂടി പരിഗണിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സാധ്യത പൂർണ്ണമായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി, കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞാൽ അഴിമതി സർക്കാർ എന്ന ഒരു പ്രചരണമാണ്. അത് യാഥാർത്ഥ്യമാണല്ലോ, അത് നമുക്ക് വിടാം. ഒരു അഴിമതി ഇല്ലാത്ത ഒരു ഭരണം 100% ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണത്. കേരളത്തിൽ രൂപപ്പെട്ട അഴിമതിക്കെതിരായി വലിയ തോതിലുള്ള പോരാട്ടമാണ് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായി അഴിമതി വിമുക്തമായ ഒരു ഗവൺമെൻറ് തന്നെയാണ് കേരളത്തിൽ അധികാരം തുടരുക. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുന്നൊരു ഗവൺമെൻറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ മന്ത്രിപദത്തിലെത്തുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും മീഡിയ വണ്ണിൻ്റെ വകയിൽ. ഓക്കെ, താങ്ക് യു. വളരെ ആത്മവിശ്വാസത്തിൽ കിട്ടുന്ന പദവി നല്ല രീതിയിൽ ഇതിനു മുമ്പ് ഏതൊക്കെ തരത്തിൽ പാർട്ടി നൽകിയ പദവികൾ വിനിയോഗിച്ചോ ആ രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് നിയുക്ത മന്ത്രി ടി.പി. രാമകൃഷ്ണൻ മീഡിയ വണ്ണിനോട് പങ്കുവച്ചത്.